എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് റേഷൻ കാർഡ് ഉടമകളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇതിൽ പ്രകാരം നമുക്ക് മാർച്ച് 31 വരെ റേഷൻ മസ്റ്ററിംഗ് നടത്തുവാനുള്ള സമയപരിധി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം ആളുകളാണ് നിലവിൽ റേഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാനായിട്ട് ബാക്കിയുള്ളത്. നിലവിൽ നമുക്ക് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സേവനങ്ങൾക്ക് നമ്മൾ റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് ഉൾപ്പെടെയുള്ളവ പ്രിൻ്റ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേവനങ്ങൾ തുടർന്നും ലഭ്യമാകുന്നതിന് നമുക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് APL BPL വകഭേദമില്ലാതെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം വരുന്ന ആളുകൾ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ബാക്കിയുണ്ട്. ഇതിനുവേണ്ടി സർക്കാർ 31 വരെ സമയപരിധി അനുവദിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്യാത്ത പക്ഷം നമുക്ക് റേഷൻ കാർഡിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിന് വേണ്ടി സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവിൽ കുറവ് വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് വളരെ പ്രാധാന്യം അർഹിച്ചുകൊണ്ട് നിങ്ങൾ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ മുഖേനയോ റേഷൻ കടകൾ മുഖേനയോ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസ് മുഖേന മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് സ്പെഷ്യൽ മസ്റ്ററിംഗ് നടത്തുന്നതാണ്. അവർക്കിതിൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ എത്തിച്ചേർന്ന് മസ്റ്ററിംഗ് നടപടികൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. BPL AOI കാർഡ് ഉടമകൾ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ഭക്ഷ്യവിഹിതം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തുടർന്നും ലഭ്യമാകുന്നതിന് നമുക്ക് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആനുകൂല്യങ്ങൾ വാങ്ങുന്ന വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന് വളരെ അത്യാവശ്യമായ ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്ന റേഷൻ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി ഇതിലൂടെ സർക്കാരിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് KYC മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരാണ് ആദ്യം ഇതിൻ്റെ ഭാഗമായിട്ട് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരും കൂടുതൽ താല്പര്യമെടുത്ത് പൂർത്തീകരിക്കുകയാണ്. നിലവിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ താമസമില്ലാത്തവർക്ക് അതോടൊപ്പം തന്നെ വിദേശത്ത് അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ളവർക്ക് നിലവിൽ ഇളവുകൾ പറയുന്നുണ്ട്. അവർക്ക് അവരുടെ സ്റ്റാറ്റസ് പക്ഷേ NRK എന്ന് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാർഡിൽ നിന്നും വിവിധങ്ങളായ ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അത് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് റേഷൻ കാർഡിൽ പേര് ഇതോടൊപ്പം തന്നെ നിലനിൽക്കുന്നത് വേറെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. APL വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളുമായി ബന്ധപ്പെടുത്തി വിവിധങ്ങളായ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നീല വെള്ള കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് ഈ സംശയങ്ങൾ. ഇവർക്ക് നിലവിൽ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുത്തി അറിയിപ്പ് വന്നിട്ടില്ല. വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് മുൻകൈയെടുത്ത് അതായത് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ APL നീല കാർഡ് ഉള്ളവരും അതുപോലെ തന്നെ വെള്ള കാർഡ് ഉള്ളവരും ധൃതി പിടിച്ച് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ തടസ്സം കൂടാതെ ലഭിക്കുന്നതിന് മസ്റ്ററിംഗ് ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഇതുമായി ബന്ധപ്പെടുത്തി ഉള്ള അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ പ്രത്യേകം ഷെയർ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മാർച്ച് 31 മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അതിനു മുമ്പേ തന്നെ എല്ലാവരും കൃത്യമായിട്ടും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.